നോറയെ തല്ലി ജാൻമണി പുറത്തേക്കോ? മോർണിംഗ് ടാസ്കിൽ അവിടെ സംസാരിക്കുകയാണ് നോറ. എനിക്ക് ഈ വീട്ടിൽ എത്താൻ താല്പര്യമില്ലാത്ത, പൊസിഷനിൽ എത്താൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തി ജാൻമണി ചേച്ചിയാണ് എന്ന് പറയുന്നുണ്ട്. മോർണിംഗ് ടാസ്ക് കൊടുത്തതാണ് ബിഗ് ബോസ്. അതിൽ ആരുടെ പൊസിഷനിലേക്ക് എത്താനാണ് താല്പര്യമില്ലാത്ത എന്നായിരിക്കണം തോന്നുന്നു. അപ്പൊ നോറ പറയുന്നുണ്ട്, എനിക്കിവിടെ എത്താനായിട്ട് താല്പര്യമില്ലാത്ത ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ജാൻമണിയുടെ പൊസിഷനാണ് എന്ന് നോറ പറയുന്നുണ്ട്. ഇവിടെ എന്ത് തെറ്റ് ചെയ്താലും ആ വ്യക്തിനെ അലക്കി വെളുപ്പിക്കാൻ ആളുള്ളത് കൊണ്ട് മാത്രം ഇവിടെ നിന്നു പോകുന്ന വ്യക്തിയാണ് ആ ചേച്ചി എന്നാണ് നോറ പറയുന്നത്. നോറ ഇത് പറഞ്ഞു കഴിഞ്ഞ് പോകുന്ന സമയത്ത് നീ ആരടി എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ജാൻമണി നോറയുടെ പുറകെ വരുന്നുണ്ട്. അപ്പൊ നോറ പറയുന്നുണ്ട്, മിണ്ടാതിരുന്നോ എന്ന് പറയുന്നുണ്ട് നോറ. ജാൻമണി അപ്പൊ അടിക്കാനായിട്ട് കൈയൊങ്ങിക്കൊണ്ട് നോറയുടെ അടുത്തേക്ക് വരുന്നതാണ് ബിഗ് ബോസിന്റെ പ്രമോ എന്ന് പറയുന്നത്. ജാൻമണിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണും മൂക്കും ഇല്ലാതെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. നോറയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തികളിൽ ഒരാളാണ് നോറ എന്ന് പറയുന്നത്. നോറയ്ക്കും ജാൻമണിക്കും ഇടയിൽ ഭയങ്കരമായ ശത്രുത ഇപ്പൊ നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്നതാണ്. ഏറ്റവും വലിയ ശത്രുക്കളാണ് നോറയും ജാൻമണിയും ആ വീട്ടില്. അതുകൊണ്ട് തന്നെ നോറയ്ക്കെതിരെ ജാൻമണിയും പറയും, ജാൻമണിക്കെതിരെ നോറയും പറയും. നോറേനെ ശപിക്കുന്നതും ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ പോട്ടെ, തൊണ്ട പൊട്ടിപ്പോട്ടെ, അവൾക്ക് സംസാരിക്കാൻ പറ്റാതെ ആവട്ടെ എന്നുള്ള ശാപവാക്കുകളൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ ജാൻമണി പറഞ്ഞതിന് ശേഷം നോറയ്ക്ക് അത്രയും വിഷമമാണ്, അത്രയും ദേഷ്യമാണ് ജാൻമണിയുടെ അടുത്ത്. അതുകൊണ്ട് തന്നെയാണ് ജാൻമണിനെ കുറിച്ച് നോറ അങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ അത് ഉൾക്കൊള്ളാനായിട്ട് അവിടെ ജാൻമണിക്ക് സാധിച്ചില്ല. ജാൻമണിയും നോറയും തമ്മിൽ എന്തായാലും ഉഗ്രം വഴക്കാണ് അവിടെ നടന്നിട്ടുള്ളത്. നോറയെ തല്ലിയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും രോഷാകുലയായിട്ട് അതിരുവിട്ട് അവിടെ പെരുമാറുന്ന ജാൻമണിയാണ് നമുക്ക് പ്രമോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ഇനി സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ജാൻമണി കുറച്ച് ഓവറാണ്, പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും കൺട്രോൾ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ജാൻമണി.